ഓം സായിറാം. ഷിർഡിയിൽ സമാധി മന്ദിറിനുള്ളിൽ ബാബയുടെ ജീവൻ തുടിക്കുന്ന അതിമനോഹരമായ ഒരു വിഗ്രഹമുണ്ട്. അവിടെ തൊഴുതു നിൽക്കുമ്പോൾ നാം അനുഭവിച്ചറിയുന്ന ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സു വിങ്ങുന്നത് സന്തോഷത്താലാണോ സങ്കടത്താലാണോ എന്ന് പറയാനാവില്ല. ആ ദിവ്യവിഗ്രഹം നിർമ്മിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അത്ഭുതകരമായ ഒരു കഥയുണ്ട്. ബാബയുടെ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കെത്ര പേർക്കറിയാം. ആ സംഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. 1918 ബാബ മഹാസമാധിയായതിനു ശേഷം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഷിർഡി സംസ്ഥാൻ ഭരണാധികാരികൾ ബാബയുടെ സാന്നിധ്യം പ്രകടമാകുന്ന രീതിയിൽ ഭക്തർക്ക് ആരാധിക്കാൻ വേണ്ടി സമാധിക്കു പിറകിൽ ഒരു വിഗ്രഹം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ബാബയുടെ രൂപം അതേപടി മാറ്റമില്ലാതെയായിരിക്കണം എന്ന നിർബന്ധത്തിൽ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ ശില്പകാരന് കൊടുക്കാനും തീരുമാനിച്ചു. ബാബയുടെ മുഖത്തെ കരുണയും ആത്മീയ ഓറയും ഒരു ശിലയിൽ പകർത്താൻ ആ ഫോട്ടോകൾ മതിയാവുമോ എന്ന ചിന്തയും അവർക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 1952 ബോംബെ തുറമുഖത്ത് അവകാശികൾ ആരുമില്ലാത്ത ഒരു വലിയ ഇറ്റാലിയൻ മാർബിൾ ബ്ലോക്ക് എത്തിച്ചേരുന്നു. ദിവസങ്ങളോളം ക്ലെയിം ചെയ്യാതെ കിടന്ന ആ വെളുത്ത മാർബിൾ ബ്ലോക്ക് ഒടുവിൽ ബോംബെ ഡോക്കിൽ ലേലത്തിന് വയ്ക്കുകയും ഷിർഡി സംസ്ഥാൻ അത് ലേലത്തിൽ പിടിച്ച് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഷിർഡി സംസ്ഥാൻ ഭരണാധികാരികൾ തീരുമാനിച്ച പ്രകാരം ബാബയുടെ വിഗ്രഹം നിർമ്മിക്കാൻ ആ മാർബിൾ കല്ല് ബോംബെയിലെ പ്രശസ്തനായ ശില്പി ബാലാജി വസന്ത് താലിമിനെ ഏൽപ്പിച്ചു. കൂടെ ബാബയുടെ പഴയ ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളും. അദ്ദേഹം ബാബയുടെ ചിത്രങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചു. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പഴയ ചിത്രങ്ങൾ നോക്കി ബാബയെ ഈ ഒറ്റക്കൽ മാർബിളിൽ പുനരാവിഷ്കരിക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയും ഭയവും ശില്പകാരനുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ശില്പി ബാലാജി വസന്ത് താലിമിന് ഒരു കാര്യം മനസ്സിലായി. ഇത് തൻ്റെ കഴിവിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. തൻ്റെ ആശങ്കകൾ മാറ്റാനും എങ്ങനെയാണോ ബാബയെ ശരിക്കും ജീവസുറ്റ വിഗ്രഹമായി നിർമ്മിക്കേണ്ടത് അതിനുള്ള അനുഗ്രഹം സാക്ഷാൽ ബാബ തന്നെ തനിക്ക് നൽകണമേ എന്ന് അദ്ദേഹം ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടെ ബാബയോട് പ്രാർത്ഥിച്ചു. പിന്നീട് നടന്നത് അത്ഭുതങ്ങളായിരുന്നു. ആ ശില്പിയുടെ സ്വപ്നത്തിൽ സാക്ഷാൽ ബാബ പ്രത്യക്ഷപ്പെട്ടു ദർശനം കൊടുത്തു. ബാബയെ ഇന്ന് നാം ഷിർഡിയിലെ 5.5 അടി വലിപ്പമുള്ള ആ വിഗ്രഹത്തിൽ കാണുന്ന അതേ രൂപത്തിൽ സ്നേഹം തുളുമ്പുന്ന പുഞ്ചിരിയോടെ, കണ്ണുകളിൽ കരുണാർദ്ര ഭാവത്തോടെ, വളരെ ഡീറ്റെയിലായി ശില്പിക്ക് വേണ്ട എല്ലാ ആംഗിളിലും വ്യക്തമായി തൻ്റെ രൂപം ബാബ കാണിച്ചു കൊടുത്തു. ശില്പിക്ക് സന്തോഷമായി, മനസ്സു നിറഞ്ഞു. നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. തുടർന്ന് ശില്പനിർമ്മാണം താനല്ല നടത്തിയത്. എങ്ങനെയാണോ ബാബ തൻ്റെ മുമ്പിൽ വ്യക്തമായി ആ ദിവ്യരൂപം കാണിച്ചു തന്നത് അതേപടി തന്നെ ബാബ ശിലയിൽ നിന്നും പുറത്തു വരികയായിരുന്നു. താനൊരു നിമിത്തം മാത്രമായിരുന്നുവെന്ന് ബാലാജി വസന്ത് താലിമിന് ബോധ്യമായി. ബാബയുടെ ലീലകൾ അല്ലാതെന്തു പറയാൻ. ഒടുവിൽ 5.5 അടി വലിപ്പത്തിൽ മനോഹരമായ ആ വിഗ്രഹം പൂർത്തിയായി. 1954 ഒക്ടോബർ 7 വിജയദശമി ദിവസം ഷിർഡിയിൽ വിധിയാം വണ്ണം പ്രാണപ്രതിഷ്ഠ നടത്തി. മഹാസമാധിക്ക് മുമ്പ് ബാബയെ പരിചയപ്പെട്ട സ്വാമി ശ്രീ സായി ശരണാനന്ദയാണ് പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നിർവഹിച്ചത്. ഒരത്ഭുതം കൂടി ശില്പനിർമ്മാണത്തിനിടയിൽ സംഭവിക്കുകയുണ്ടായി. പണി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ബാബയുടെ ഇടതുകാൽ മുട്ടിന് താഴെ ഭാഗത്ത് അല്പം മുമ്പോട്ട് തള്ളി നിൽക്കുന്നതുപോലെ ഒരു സ്പോട്ട് കാണുകയും അതിൽ ചെറിയൊരു വിടവ്, അതായത് ഒരു എയർ പോക്കറ്റ് ദൃഷ്ടിയിൽപ്പെടുകയും ചെയ്തു. അത് നീക്കം ചെയ്താൽ ആ മുഴുവൻ ഭാഗവും അടർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ പരിഭ്രാന്തനായി വസന്ത് ബാലാജി താലിം ബാബയോട് പ്രാർത്ഥിക്കുകയും വീണ്ടും വിഷമത്തിലാവുകയും ചെയ്തു. അപ്പോൾ തുടരുക എന്ന വ്യക്തമായ ശബ്ദം കേൾക്കുകയും അതിൻ പ്രകാരം ബാബയെ വണങ്ങി തൻ്റെ തൊഴിലാളികളോട് പ്രശ്നമുള്ള ആ ഭാഗം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തൊഴിലാളികളാകട്ടെ അതിന് വിസമ്മതിച്ചു. കാരണം അത് നീക്കം ചെയ്യുമ്പോൾ ആ ഭാഗം മുഴുവനും തകർന്നു പോയാലോ എന്നവർ ഭയന്നു. ഒടുവിൽ ബാലാജി തന്നെ ഉളിയും ചുറ്റികയും എടുത്ത് ബാബ എന്നെ സഹായിക്കൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗത്ത് ചെറുതായി ഒന്ന് തട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, ഏതു ഭാഗമാണോ നീക്കം ചെയ്യേണ്ടിയിരുന്നത് അത്രയും ഭാഗം മാത്രം അടർന്നു വീണു. മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം കൃതജ്ഞതയോടെ ആനന്ദാശ്രുക്കളോടെ ബാബയെ സാഷ്ടാംഗം പ്രണമിച്ചു. എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു. അനുഗ്രഹീതനായ ആ ശില്പി 1970 ഡിസംബർ 25 തൻ്റെ 82-ാം വയസ്സിൽ ബാബയുടെ ചരണത്തിൽ ലയിച്ചു. ഇന്നും ഷിർഡിയിൽ പോകുന്ന ഓരോ ഭക്തനും
ആ ബാബാ വിഗ്രഹത്തിൻ്റെ കരുണാർദ്രഭാവം അനുഭവിച്ചറിയുന്നു. ബാബയുടെ ലീലകൾ വർണ്ണാതീതമാണ്. അതനുഭവിച്ചവർ ഭാഗ്യവാന്മാരും. ഓം സായിറാം.